Respected George Pavluseshan, the Vice President of Motor Human Management, my Sally Tamban, General Secretary, Respected Actions, and my dearly beloved Christ. We had a very beautiful beginning of this conference with the melodies and invoking prayer song from Athena. It is announced that we are conducting a couple conference. That means the left side and the right side should be equally participated. And I don't know what message it communicates. Family patti prasangikane ennodu parneyilannullathu ninakku thiruppu samshayilla. Njanada prasangikkunnu family patti sabhaye pattiyanengillokke vishwasam okke all those matters somehow I manage. About family, a bishop speaking, other Christian. You can carry out my opinion. They will take up anything with it now. Definition. Kudumbo, Ibamayadu, Kudumbo. That is the most famous definition for family. Kudumbo, Ibamayadu, Kudumbo. Kudumbo, Ibamayadu, Alanidu, Kudumbo. Amen. In the Kudumbo, and said, Kudumbo, Ibo, Ala, Ibamayadu, Kudumbo. Family patti ചിന്തിക്കുമ്പോൾ യേശു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് കുടുംബമായി സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിയുടെ ഹൗ ഹി ക്രിയേറ്റഡ് ഫാമിലി എന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഹൗ ഗോഡ് ക്രിയേറ്റഡ് ഫാമിലി. എല്ലാ ക്രിയേഷൻസും ദൈവം ചെയ്ത് ലെറ്റ് ദ എർത്ത് ബ്രിങ് ഫോർത്ത് വെജിറ്റേഷൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായത് തന്നെ ലെറ്റ് ദ എർത്ത് ബ്രിങ് ഫോർത്ത് അത് vegetations. Let the earth bring forth animal beings. പറഞ്ഞു ഭൂമിയിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുകയുള്ളൂ. അവർ ജീവജാലങ്ങളെല്ലാം അറിയുണ്ടായി. ആണും പെണ്ണുമായിട്ടുണ്ടായി. ആണിനെയും പെണ്ണിനെയും പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചില്ല. Let the earth bring forth animal beings എന്ന് പറഞ്ഞപ്പോ ആണും പെണ്ണുമായിട്ട് animal beings ഒക്കെ ഉണ്ടായി. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ അവരെ ഫാമിലി ആയിട്ട് സൃഷ്ടിച്ചപ്പോ അവിടെ ചില പ്രത്യേകതകൾ. മനുഷ്യനെ അവന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. കൊള്ളാമെന്ന് കണ്ടു. അവന്റെ ജീവശ്വാസം ഊതി അവനെ ജീവൻ നൽകി. ചില കഴിഞ്ഞിട്ട് he found that it is not good that man should be alone. It is not good that man should be alone. So I will make him a partner as his helper. ഞാൻ അവനൊരു തുണയെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. The word used in English is partner, but in Malayalam it is tuna. ഇടയെന്നാ പറഞ്ഞല്ലേ? വ്യത്യാസം. ഇണയും തുണയും രണ്ട് വാക്കുകളാണ്. മലയാളത്തിലുള്ള രണ്ട് വാക്കുകളാണ് ഇണയും തുണയും. പക്ഷികളും മൃഗങ്ങളും ഒക്കെ പ്രായമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഇണയെ അന്വേഷിക്കും. പക്ഷെ മനുഷ്യൻ സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഇണയല്ല, തുണയാണ്. പക്ഷെ ഇത് പിള്ളേർ അന്വേഷിക്കുന്നത് ഇണയാണ്. ആ ഒരു വ്യത്യാസമാണ്. ഇന്ന് കുട്ടികൾ അന്വേഷിക്കുന്നത്
അവർ കണ്ടെത്തുന്നത് ഇണയെയാണ്. അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉള്ളതാണ്. പക്ഷികളും മൃഗങ്ങളും ഒക്കെ പ്രായമാകുമ്പോൾ അന്വേഷിക്കുന്നത് ഇണയാണ്. പക്ഷെ മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തുണയാണ്. മലയാളം ഇംഗ്ലീഷിൽ അത് പാർട്ട്ണർഷിപ്പ് ഓൾവേസ് ഗോ വിത്ത് ബിസിനസ്. ബിസിനസ്സുമായിട്ട് ചേർന്ന് പോകുന്നത് അവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ലാഭനഷ്ട കണക്കാണ്. Since you people are live in America, you use English Bible. English Bible are ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പാർട്ണറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ലാഭനഷ്ട കണക്ക് നോക്കുന്നുണ്ടായിരിക്കും. But that is not the correct word for the Hebrew. മലയാളത്തിലുള്ള നല്ല ട്രാൻസ്ലേഷൻ തുണ എന്നതാണ്. തുണ സമീപിക്കണം. അതൊരു റിച്വലാണ്. പരസ്പരം തുണയായിരിക്കാൻ കാരണം ദൈവം ഫാമിലി സൃഷ്ടിച്ചത്, കുടുംബം സൃഷ്ടിച്ചത് പരസ്പരം തുണയായിരിക്കുന്നതിന് വേണ്ടി. അതാണ് മനുഷ്യ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ടാണ് ആ സൃഷ്ടി നടത്തിയപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ തുണയെ സൃഷ്ടിച്ച എങ്ങനെയാണെന്ന് അറിയാമോ? അവന്റെ വാരിയലെടുത്ത് അതെന്താ അങ്ങനെ ചെയ്യാൻ കഴിയും? വാരിയൽ വൈ യൂസ് നട്ടലെടുത്തായിരുന്നു നല്ലതായിരുന്നല്ലേ? ചിലർക്ക് തോന്നുന്നത് നട്ടലെടുത്ത് സൃഷ്ടിച്ചതാണ്. ചിലപ്പോൾ അങ്ങനെ തോന്നുന്നല്ലേ? റിബായിരുന്നു. റിബിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന. ഹാർട്ട് നമ്മൾ പറയുന്നത് സ്നേഹം എന്നുള്ളതിന്റെ സിംബോളിക്. അമ്മ എന്ന് പറയുന്നത് സ്നേഹം, കരുണയും സ്നേഹവും എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയാമോ, ഈ ഇംഗ്ലീഷ് സുറിയാനിയിൽ കരുണയായിട്ട് ഉപയോഗിക്കുന്ന പദം റഹമോ എന്നാണ്. അതേ റൂട്ടാണ് ഗർഭപാത്രത്തിന്റെ. ഗർഭപാത്രം എന്ന് സുറിയാനിയിൽ ഉപയോഗിക്കുന്ന പദത്തിനും പദവും റഹമോ കരുണ എന്നാണ് അതിന്റെ സുറിയാനി പദവും ഒരേ റൂട്ടാണ്. അത് ഹൃദയത്തെ പ്രതിനിധിക്കുന്നു. അവിടെ സ്നേഹം, കരുണ. ഞാനൊരു അമ്മൂമ്മ കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കല് അമ്മൂമ്മ കഥ നടന്ന സംഭവം. ഒരിക്കല് അമ്മയ്ക്കൊരു മകനുണ്ട്. ഈ മോന് അമ്മ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് വളർത്തിയതായിരിക്കും. ഇവൻ മാത്രമേ ഉള്ളൂ അവന്. അതുകൊണ്ട് അവനെ എല്ലാ സ്നേഹവും കൊടുത്തോളൂ. പ്രായമാകുമ്പോഴേ അവനെ കുഞ്ഞിനെ പോലെ ആയിരുന്നു. അവസാനം ഇവൻ പ്രായമായി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ആ പെൺകുട്ടി അവൻ കല്യാണം കഴിച്ചു, വീട്ടിൽ വന്നു. അപ്പോഴും അമ്മയ്ക്ക് ഈ മകനോടുള്ള സ്നേഹം പറയുന്നു. അമ്മ ഇങ്ങനെ റോഡ് പുറത്തു പോകും, പറയും, എടാ റോഡ് നോക്കി നടക്കണം, നീ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, നീ ശ്രദ്ധിക്കാറില്ല, നീ ഇന്നത് ചെയ്യണോ അത് ചെയ്യണം. 4 മണിക്ക് വരുമെന്ന് പറഞ്ഞ് 4-5 അടി കഴിഞ്ഞാൽ അവർക്ക് ദുഃഖമായി അമ്മ റോഡിലൊക്കെ വിളിക്കും. ഇതൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് വളരെ പ്രയാസം. അമ്മയുടെ ദേഷ്യം തോന്നി. ഇവർക്ക് ദുഃഖില്ലാണോ ഈ അമ്മ എന്താ എവിടെ പറയുന്നതാണ്? കുറെ നാൾ കഴിഞ്ഞപ്പോ അവിടെ ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേ വന്നപ്പോ അവൻ ചോദിച്ചു, ഹരിയോട് ചോദിച്ചു, ഇതിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ഞാനിന്ന് സമ്മാനമാണ് എനിക്ക് തരേണ്ടി. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന എല്ലാ സമ്മാനങ്ങളും തരുമോ? നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ അമ്മയുടെ ഹൃദയം വേണം. അവൻ പറഞ്ഞു പോയതല്ലേ. അവൻ പോയി ചെന്ന് അമ്മയെ കൊന്ന് അമ്മയുടെ ഹൃദയം എടുത്തുകൊണ്ട് ഓടുകയാണ് ഭാര്യയ്ക്ക് കൊടുക്കാൻ. ഓടുമ്പോ സ്വാഭാവികമായിട്ടും അവന്റെ കൈ വരയ്ക്കുന്നുണ്ടായിരിക്കുക, കാല് വരയ്ക്കുന്നുണ്ടായിരിക്കാം. അവൻ വീണു, നിലത്ത് വീണു. ഹൃദയം കയ്യിൽ നിന്ന് തെറിച്ച് ദൂരെ പോയി. ആ ഹൃദയം അവിടെ കിടന്നോട് ചോദിച്ചു, മോനെ നിന്റെ കാല് പൊട്ടിയോ? ഇതാണ് അമ്മയുടെ സ്നേഹം. അതുകൊണ്ടാണ് ഈ ഹൃദയത്തെ കാത്ത്
ഈ സ്നേഹമുള്ള ആളാണ് സ്ത്രീ. അതുകൊണ്ടാണ് ഹൃദയത്തെ കവർന്നിരിക്കുന്ന റബ്ബ് കൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ചത് ദൈവം. അത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്നു.